വർഗീയവാദിയായ, വായെടുത്താൽ പച്ചയ്ക്ക് വർഗീയത മാത്രം വിളമ്പുന്ന ഹിമന്തിനെ പോലൊരാളെ എങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ കഴിയും? BJP മൊത്തത്തിൽ ആ രീതിയിലാണ് അവരുടെ നയങ്ങളെങ്കിലും അത് ഹിഡനായി വെച്ചുകൊണ്ട്, അത് കൃത്യമായി പറഞ്ഞാൽ ഒളിപ്പിച്ചും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയാണ് അവർ പ്രവർത്തിക്കുന്നത് പലയിടങ്ങളിൽ. ക്രൈസ്തവ സമുദായത്തെ അടുപ്പിക്കാൻ ഇങ്ങ് കേരളത്തിൽ നോക്കുമ്പോൾ ഒഡീസയിലും ഛത്തീസ്ഗഡിലും ക്രൈസ്തവരെ വേട്ടയാടുന്ന ഒരു കാഴ്ച BJP നേതൃത്വം നടത്തുന്നത് സ്ഥിരമാണ്. ഒഡീസയിൽ മോഹൻ ചാരൺ മാഞ്ചിയുടെ നേതൃത്വത്തിൽ, അവിടെ ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായിയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ വേട്ട ഇപ്പോഴും നടത്തുകയാണ്. ഇവിടെ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന, അതുപോലെ വലിയ രീതിയിൽ വംശീയ കലാപങ്ങൾക്ക് എല്ലാ രീതിയിലും സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന മണിപ്പൂരിലെ BJP നേതൃത്വത്തിന്റെ കള്ളക്കളി ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫ്രെഡ് ആർദൂറും അതുപോലെ അവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട നേതാവായ അങ്കോംച ബിമോലും ഒക്കെ വൻ മാർജിനിൽ ജയിച്ചു വന്നത്. അസാമിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവർ വിചാരിച്ചിരുന്നിടത്ത് പലയിടത്തും വലിയ രീതിയിൽ വോട്ട് വിള്ളൽ ഉണ്ടായി. അതുകൊണ്ടാണ് ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നത് അസാമിൽ വലിയ രീതിയിൽ ബംഗ്ലാദേശികളും മറ്റും കുടിയേറിയിട്ടുണ്ട്, പശ്ചിമ ബംഗാളിലും അങ്ങനെയാണ് റാക്കിബുൾ ഹുസൈന് ധൂബ്രിയിൽ 10 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചത് എന്നൊക്കെ തള്ളിവിടുകയാണ്. നോക്കണം, അത് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് കൃത്യമായി അവിടെ വോട്ടർ പട്ടിക പരിഷ്കരിച്ചതിന് ശേഷമുള്ള നടപടികളാണ്. SIR നടപടിയിലൂടെ സാധാരണക്കാരുടെ വോട്ടുകൾ വരെ നിഷേധിക്കപ്പെടുന്ന സമയത്തേക്കാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ബൂത്ത് ലെവലിലും വടക്കിഴക്കൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പരിവർത്തനം എന്ന് പറയുന്നത് ഭയാനകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന പരിപാടികളാണ് അമിത്ഷാ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അമിത്ഷായുടെ കയ്യിലാണല്ലോ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ച് തനിക്കിഷ്ടമുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാം, വെടക്കാക്കി തഴിക്കാക്കാം എന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ ഭരണ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ കള്ളക്കളികളുടെയും പ്ലാറ്റ്ഫോം ഇട്ടിരിക്കുകയാണ്. അതിനു വേണ്ടത് ഹിമന്തിനെ വീണ്ടും ഭരണത്തിലെത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഈ വടക്കിഴക്കൻ മേഖലയുടെ അധിപനായി അമിത്ഷാ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഹിമന്തിനെയാണ്. അദ്ദേഹത്തിനേക്കാൾ മികച്ച ഒരു വർഗീയവാദിയെ അമിത്ഷായ്ക്ക് ഇന്നേ വരെ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടുകിട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ്